ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ ജംബിൾസ് കൺട്രി പാർക്ക്. ഇത് ബോൾട്ടൻ്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 1971 ക്യൂൻ എലിസബത്ത് രണ്ടിൻ്റെ കാലഘട്ടത്തിൽ ഓപ്പൺ ചെയ്ത ഒരു പാർക്കായിരുന്നു. ഞങ്ങൾ പോയ ദിവസം ക്ലൈമറ്റിൻ്റെ മുന്നറിയിപ്പ് കാരണം കഫേയൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ആളുകളും വളരെ കുറവായിരുന്നു. വന്നപ്പോൾ തന്നെ നമുക്ക് അവിടെ വന്ന് കയറുന്നിടത്ത് തന്നെ വലിയൊരു പാർക്കിംഗ് സ്പോട്ടുണ്ട്. അവിടേക്ക് നമുക്ക് വണ്ടി ഇടാം. വണ്ടി ഇട്ടതിന് ശേഷം പ്രത്യേകിച്ച് കാർ പാർക്കിംഗ് ഫീയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവിടെ നമുക്ക് വണ്ടി ഇട്ടതിന് ശേഷം നേരെ പാർക്കിലേക്ക് കടക്കാവുന്നതാണ്. കൂടുതലായിട്ട് സൈക്ലിങ്, ട്രക്കിങ് അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. ഇതെന്ന് പറയുന്ന പല ഏരിയകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇതിനെ അസോസിയേറ്റ് ചെയ്ത് തന്നെ അടിയിലൊരു ഡാം, പിന്നെ പലതരത്തിലുള്ള ബേർഡ് വാച്ചിങ്, ഒരു കഫേ, പിന്നെ ഒരു വാക്കിംഗ് റൂട്ട്സ്, അങ്ങനെ പലതും ഉണ്ട്. ആ കഫേയുടെ മുമ്പിൽ തന്നെ ആയിട്ട് പലതരം ബെഞ്ചും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കോഫിയൊക്കെ മേടിച്ചിരുന്ന് അവിടെ നിന്ന് നമുക്ക് കുടിക്കാവുന്നതാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു ഫീലും നമുക്ക് അതിന് കിട്ടും. പിന്നെ അവിടുത്തെ ഈ പാർക്കിനെ പറ്റിയുള്ള പല ഇൻഫർമേഷൻസും, അവിടെ തന്നെ സെയിലിങ്, ഫിഷിങ്ങിനുള്ള പല സ്ട്രാറ്റജീസ് ഉണ്ട്. അതിന് പറ്റുന്ന കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ക്ലബ് മെമ്പേഴ്സിൻ്റെയൊക്കെ കോണ്ടാക്റ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു, ഈ റിസർവോറിനെ ചുറ്റി ഒരു വലിയ വാക്കിംഗ് ഏരിയ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് വാക്കിങ്ങിന് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നല്ലൊരു വാക്കിംഗ് ഏരിയ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാം. ടോണി വന്നപ്പോൾ തന്നെ ടയേർഡാണെന്ന് പറഞ്ഞ് അവൻ എൻ്റെ മുതുകത്ത് കയറി. മീനൂട്ടി പിന്നെ പ്രശ്നമില്ലായിരുന്നു, അവൾ കൂടെ വന്നു. പിന്നെ ക്ലൈമറ്റ് നല്ല തണുപ്പും നല്ല കാറ്റും ആയത് കാരണം നമ്മൾ ഒത്തിരി കറങ്ങാൻ നിന്നില്ല. നേരെ തന്നെ ഒരു ഷോർട്ട് കട്ട് എടുത്ത് റിസർവോയറിൻ്റെ അവിടോട്ട് വന്നു. റിസർവോയറിൽ എന്തായാലും വെള്ളം ഇപ്പം കുറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഇത് കാണുന്ന പോലെല്ലാം നല്ല താഴ്ച ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. സോ വിത്തൗട്ട് പെർമിഷനിൽ സ്വിമ്മിങ് അങ്ങനത്തെ ഒന്നും തന്നെ ഇവിടെ അലോ ചെയ്യുന്നതല്ല. പിന്നെ എസ്പെഷ്യലി ഫിഷിങ്ങിനും സെയിലിങ്ങിനും അവർ പെർമിഷൻ തരുന്നുണ്ട്. പിന്നെ അവിടുത്തെ ക്ലബ് മെമ്പേഴ്സുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് അതിനെപ്പറ്റി അറിയാവുന്നതാണ്. ഓരോ പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം വരുന്ന സമയത്ത് അവർ ടീമായിട്ട് കണ്ടക്ട് ചെയ്ത് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള സെയിലിങ്ങിനുള്ള പെർമിഷനും ഫിഷിംഗ് പെർമിഷനും ഒക്കെ തരുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബേർഡ് വാച്ചിങ്. നിങ്ങളൊരു നേച്ചർ ഫ്രണ്ട്ലി, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നതും വൈൽഡ് ലൈഫ് ലവറും ആണെങ്കിൽ നിങ്ങൾ ലക്കി ഇനഫ് ടു സ്പോട്ട് നമ്മുടെ മരം കൊത്തി, കിങ് ഫിഷേഴ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് കാണാൻ പറ്റും. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ആദ്യം വേറൊരു വഴി കൂടിയായിരുന്നു കയറിപ്പോയത്. പക്ഷേ അതൊരു പ്രൈവറ്റ് ലാൻഡ് ലോഡിൻ്റെ വഴിയായിരുന്നു. എന്തായാലും പോയ വഴി തെറ്റിയില്ല. നല്ലൊരു ലൊക്കേഷനായിരുന്നു സംഭവം. ഒരു കഷ്ടിച്ചൊരു വണ്ടിക്ക് കയറി പോകാനുള്ള സ്പേസേ ഉള്ളൂ. പക്ഷേ നല്ല രസമായിരുന്നു രണ്ട് സൈഡും കാണാനായിട്ട്. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും, അതേ ഉള്ളൂ പ്രശ്നം. അല്ലാതെ വന്നപ്പോഴത്തേക്കും നല്ലൊരിതായിരുന്നു. പിന്നീട് അവിടെ കൂടുതൽ നേരം നിന്നില്ല. കാര്യം പ്രൈവറ്റ് ലാൻഡ് ലോഡിൻ്റെ റൂട്ടിൽ വിത്തൗട്ട് പെർമിഷൻ നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ലാത്തതാണ്. പിന്നീട് ഒത്തിരി അങ്ങോട്ട് കയറി പോകാതെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ചിറങ്ങി ജംബിൾസ് പാർക്കിനെ ലക്ഷ്യമായിട്ട് നീങ്ങുകയായിരുന്നു. പിന്നീട് ഇതേപോലെ തന്നെ ഇങ്ങനെയാണല്ലോ നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. സോ ഇനിയും പലതരം വഴിതെറ്റിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും എല്ലാവരെയും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ബൈ, സി യു.